സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാലക്സി A32 5G എന്ന ഒരു ഫോണാണ്. പക്ഷേ 4G ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും 5G ഫോണിന്റെ അൺബോക്സിംഗ് തീർച്ചയായിട്ടും കാണാം. കാരണം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു ഫോൺ. 5G 4G തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലായാലും ക്യാമറയുടെ കാര്യത്തിലായാലും ഇതിന്റെ പ്രൊസസറിന്റെ കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങളിൽ ഇത് വ്യത്യാസപ്പെടുന്നുണ്ട്. ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഖാദർ വള്ളേരി. വെൽക്കം ടു ടെക്സ് ആൻഡ്. ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബോക്സൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ബോക്സിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഗാലക്സി A32 5G എന്ന് കാണുന്നുണ്ട്. സാധാരണഗതിയിൽ 4G ഫോണാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും എഴുതൂല, A32 എന്ന് മാത്രമേ എഴുതുള്ളൂ. 5G ഫോൺ ആയതുകൊണ്ടാണ് 5G തന്നെ എഴുതുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സാംസങ് കാണുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇൻഫർമേഷനൊക്കെയാണ് കാണുന്നത്. ഈ ഒരു സൈഡിലും 5G എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ കാണാം. A32 6B എന്ന് കാണുന്നുണ്ട്. ഈ ബി എന്ന് സാധാരണഗതിയിൽ വരൽ 5G ഫോണുകൾക്കാണ്. എഫ് എന്നാണെന്നുണ്ടെങ്കിൽ 4G ഫോണുകളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ 5G ഫോണും 4G ഫോണൊക്കെ തിരിച്ചറിയുന്നത്. പിന്നെ ഇതിൻ്റെ കളറും ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു GCC സ്റ്റോക്കാണ്. പിന്നെ മെയ്ഡ് ഇൻ വിയറ്റ്നാമിൻ്റെ ഒരു പീസുമാണ്. നമുക്ക് ഏതായാലും ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഫോൺ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഫോൺ അൺബോക്സ് ചെയ്തപ്പം തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് എല്ലാ ഫോണിലും കാണാറുള്ള പോലെ ഇവിടെ ഒരു വെൽക്കം പാക്ക് കാണുന്നുണ്ട്. ഈ ഒരു വെൽക്കം പാക്കിൻ്റെ സൈസ് കണ്ടാലിനറിയാം ഇതിലൊരു പൗച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. സാധാരണഗതിയിൽ പൗച്ച് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടില്ലാത്ത പാക്കാണ് കിട്ടാറുള്ളത്. ഈ ഒരു പാക്കിനകത്ത് തന്നെ ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാറ്റലോഗും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും കാണുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു കാറ്റലോഗും കൂടി ഉണ്ട്. 2 കാറ്റലോഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പൗച്ചും കിട്ടിയിട്ടുണ്ട്. ഇത്ര മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ബോക്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ബോക്സിനകത്തുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ മൊബൈൽ കിട്ടിയിട്ടുണ്ട്. മൊബൈലിൻ്റെ പുറമെ നമുക്ക് ഇതിൽ ഒരു ഡാറ്റ കേബിൾ കാണുന്നുണ്ട്, ഒരു ചാർജറും കാണുന്നുണ്ട്. പിന്നെ സാധാരണഗതിയിൽ GCC സ്റ്റോക്കിൽ വരുന്ന ഫോണുകൾക്കൊക്കെ ഹെഡ്ഫോണൊക്കെ കിട്ടാറുണ്ട്. ഈ ഒരു ഫോണിൽ ഹെഡ്ഫോണൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ വരുന്ന ഫോണുകൾക്കൊക്കെ എന്താണെന്നറിയില്ല, സാംസങ് ഹെഡ്ഫോൺ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ്റെ ഫോണുകൾ മാത്രമാണ് നമുക്ക് ഹെഡ്ഫോൺ ഇല്ലാതെ വരല്. പക്ഷേ വിയറ്റ്നാമിൻ്റെ ഫോണുകളിലൊക്കെ സാധാരണഗതിയിൽ ഹെഡ്ഫോൺ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഉദ്ദേശിച്ചത് ഒരു ഇന്ത്യൻ സ്റ്റോക്കിൽ വരുന്ന ഫോണുകൾ എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിലൊരു 15 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ കിട്ടിയിട്ടുണ്ട്. ഒരു Type-C USB കേബിളും കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഫോണിൻ്റെ പുറത്തുള്ള ഈ ഒരു കവറും കൂടി ഒന്ന് അയച്ചു മാറ്റാം. ഈ ഒരു കവറും കൂടി അയച്ചു മാറ്റിയെങ്കിലാണ് നമുക്ക് ഫോൺ ഓണാക്കാൻ പറ്റുള്ളൂ. ഫോൺ കയ്യിലെടുത്തപ്പം തന്നെ ഒരു നല്ലൊരു ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം, ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിങ്ങിൽ നല്ല ഗ്ലാമറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിനൊരു പോരായ്മയും കാണുന്നത് കുറച്ച് തിക്നെസ് കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. കാരണം 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിനുള്ളത്. 5000 mAh തിക്നെസ് അല്ല, തിക്നെസ് കൂടുതലാണ്. ഈ തിക്നെസ് കൂടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സാംസങ് ഫോണുകളൊക്കെ ഉണ്ടാകൽ പ്ലാസ്റ്റിക്കാണ് ഉണ്ടാകൽ. ഇതിൽ പ്ലാസ്റ്റിക് അല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഒരു ഗ്ലാസ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ സാംസങ്ങിൽ നിന്നും ഒരുപാട് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ. സാംസങ്ങിൽ നിന്ന് മാത്രമല്ല എല്ലാ ഫോണിൽ നിന്നും വ്യത്യസ്തം തന്നെ എന്ന് പറയാം. കാരണം ഈ ക്യാമറയുടെ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ 3 ക്യാമറ വരിവരിക്ക് സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലായിട്ടാണ് സാധാരണഗതിയിൽ എല്ലാ ഫോണുകളെയും ക്യാമറ സാധാരണ സാംസങ്ങിലൊക്കെ കാണാറുള്ളത്. സാംസങ്ങിൽ മാത്രമല്ല എല്ലാ ഫോണുകളിലും അങ്ങനെ തന്നെ. പക്ഷേ ഈ ഒരു ഫോണിൽ 3 ക്യാമറകളും മെയിൻ ക്യാമറകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ക്യാമറക്ക് മാത്രം വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്പേസ് ഒന്നും ഇതിൽ എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു LED ഫ്ലാഷും കാണുന്നുണ്ട്. ഈ ഒരു പൗച്ച് ഇട്ടാൽ ഈ ഒരു ഫോൺ എങ്ങനെ ഉണ്ടാവും എന്നും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അഭിപ്രായത്തിൽ ഈ ഒരു ഫോണിന് എന്താ പറയുക, പ്ലാസ്റ്റിക് കവർ തന്നെയാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ പല ക്രിയേറ്റേഴ്സും സാംസങ്ങിനെ കളിയാക്കുന്ന ഒരു സംഭവമാണ് ഈ പ്ലാസ്റ്റിക് ബോഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ബോഡി അല്ലാതെ ഇതുപോലെയുള്ള ബോഡി കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമാണ് ഇത്ര തിക്നെസ് ഈ ഒരു ഫോൺ കൂടുന്നുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് കാണുന്നുണ്ട്. പിന്നെ പവർ ബട്ടണോടുകൂടിയുള്ള ഫിംഗർ പ്രിൻ്റാണ്. പിന്നെ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ, മേലെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് കാണുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് സാധാരണഗതിയിൽ കാണുന്ന പോലെ തന്നെ സിം കാർഡ് ട്രേ കാണുന്നുണ്ട്. ഇതിൻ്റെ അടിവശത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് കാണുന്നുണ്ട്, മൈക്രോഫോൺ കാണുന്നുണ്ട്, Type-C ഇൻപുട്ട് കാണുന്നുണ്ട്, ഒരു സ്പീക്കർ ഗ്രില്ലും കാണുന്നുണ്ട്. ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഈ ഫോൺ ഓണാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സിം കാർഡ് ട്രേയും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫോണിൻ്റെ സിം കാർഡ് സ്ലോട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും, അല്ലെങ്കിൽ 2 സിം കാർഡും മെമ്മറി കാർഡ് ഇല്ലാതെയും ഉപയോഗിക്കാം. ആ ഒരു രീതിയിലാണ്. അതായത് ഹൈബ്രിഡ് സ്ലോട്ടാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ നമുക്ക് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റില്ല. ഫോണിന് സാംസങ്ങിൻ്റെ A32 4G എന്നുള്ള ഒരു വ്യത്യാസമാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്നുള്ളത്. സാംസങ് A32 4G കൊടുത്തിട്ടുള്ളത് AMOLED ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ വില കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് അതേ ഫോണ് 4Gയിലേക്ക് 5Gയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു കമ്പനി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൽ TFT ഡിസ്പ്ലേ ആണ്. എന്നാലും ക്ലാരിറ്റിക്ക് വലിയൊരു മോശം തോന്നിക്കണില്ല, ഒരു AMOLEDൻ്റെ ഒരു ക്ലാരിറ്റി തോന്നിക്കണില്ല എന്നുള്ളൂ. പിന്നെ നമുക്കൊരു ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 720x1600 ആണ്. സ്ക്രീൻ റേഷ്യോ വരുന്നത് 20:9 ആണ്. ഈ ഒരു ഫോൺ ഗാലക്സിൻ്റെ ഏറ്റവും പുതിയ മോഡലാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ ജനുവരി 22-നാണ് ഈ ഒരു ഫോൺ റിലീസ് ആയിട്ടുള്ളതാണ്. 64GB 4GB റാമോട് കൂടിയും 128GB 4GB റാമോട് കൂടിയും 128GB 6GB റാമോട് കൂടിയും 128GB 8GB റാമോട് കൂടി ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 4 വേരിയൻറ്റുകളിൽ ഈ ഒരു ഫോൺ ലഭ്യമാണ്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 128GB 6GB റാമോട് കൂടിയുള്ളതാണ്. നമുക്ക് ഏതായാലും അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് ഇവിടെ കാണുന്നുണ്ട്. 128GBയിൽ 17% യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റാം കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ റാം 6GBയിൽ 1.9GB ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നോട്ടിഫിക്കേഷൻ പാനലിലാണ് NFC പോലുള്ള ഓപ്ഷനുകളൊക്കെ സാധാരണ നമുക്ക് ലഭിക്കാറുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഏതൊരു ഫോൺ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് NFC ഉണ്ടോ അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കോൾ റെക്കോർഡിംഗ് ഉണ്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റിയിട്ടുള്ളത് സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്, ലിങ്ക് ടു വിൻഡോസ് ഉണ്ട്, പിന്നെ സ്മാർട്ട് വ്യൂ ഉണ്ട്, പിന്നെ ഡാർക്ക് മോഡ് ഉണ്ട്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ എല്ലാ ഫോണിലും ഉള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് NFC ഉണ്ടോ എന്നുള്ളതോടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. NFC സാധാരണഗതിയിലുള്ള ഫോണുകളാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പാനലിൽ തന്നെ കൊടുക്കാറുണ്ട്. എങ്കിലും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, കാരണം അതിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. NFC ഈ ഒരു ഫോണിൽ ലഭ്യമാണ്. NFC കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓൺ ഇതൊക്കെ. അപ്പോൾ NFCയും ഈ ഒരു ഫോണിൽ ലഭ്യമാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിൻ്റെ പവറാണ്. ബാറ്ററിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 205 ഗ്രാമാണ്. ഇതിൻ്റെ 4G വെർഷൻ ആണെന്നുണ്ടെങ്കിൽ 186 ഗ്രാമറ്റേ ഉള്ളൂ. പക്ഷേ ഇത് 5G വെർഷനിലേക്ക് മാറിയപ്പോൾ വെയിറ്റ് കൂടാൻ കാരണം ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഗ്ലാസ് ആണ്. Gorilla 3ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. കാരണം നെറ്റിലൊന്ന് സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ടുള്ളത് കിട്ടിയിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറകളോടി ഒന്ന് പരിശോധിച്ച് നോക്കാം. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 5 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമാണ് ഈ കമ്പനി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4K വീഡിയോ വരെ ഈ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ മാത്രമാണ് കമ്പനി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 4G ഫോണും 5G ഫോണും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമാണ് ഫ്രണ്ട് ക്യാമറൻ്റെ കാര്യം. ഫ്രണ്ട് ക്യാമറ 4G ഫോണിലാണെന്നുണ്ടെങ്കിൽ 20 മെഗാപിക്സൽ കൊടുത്തപ്പോൾ 5G ഫോണിൽ വെറും 13 മെഗാപിക്സൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ 48 മെഗാപിക്സൽ ഇതിൽ കൊടുത്തപ്പോൾ 4G ഫോണിൽ 64 മെഗാപിക്സൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സംഗതികളൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ളത് ഒരു പക്ഷേ അവർ വില കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നേരെ അതേ ഒരു ഫോൺ 5Gയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ പ്രൊസസ്സറിൻ്റെ കോസ്റ്റ് വ്യത്യാസം വരുന്നതുകൊണ്ട് ഫോണിന് ഒരുപാട് വില കൂടാൻ സാധ്യതയുണ്ട്. ആ ഒരു വ്യത്യാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോണിന് ഏകദേശം പ്രൈസ് വരുന്നത് 22,000 രൂപയാണ്. ഇതിന് ഒമാനിലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 115 റിയാലാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ക്യാമറയിലുള്ള ഓപ്ഷൻ മാത്രമാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകാൻ സാധ്യതയില്ല. അത്യാവശ്യം നല്ലൊരു ബ്ലർ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു നോർമൽ ഫോട്ടോസിലാണെങ്കിലും നല്ലൊരു ക്ലിയർ കാണിക്കുന്നുണ്ട്. പിന്നെ വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഫോണിൻ്റെ ക്യാമറയൊക്കെ 48 മെഗാപിക്സലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ക്ലിയർ ഉള്ള ഒരു ക്യാമറ തന്നെയാണ്. ഇതിൻ്റെ ക്യാമറൻ്റെ അകത്തായിട്ടുള്ളതാണ് സ്ലോ മോഷൻ ഈ ഒരു ഫോണിൽ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ പ്രോ ക്യാമറ ഉണ്ട്, മാക്രോ ലെൻസിനായിട്ടുള്ള അധികം ഓപ്ഷൻ ഉണ്ട്, നൈറ്റ് മോഡ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പറ്റി നമുക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ ഈ ഒരു ഫോണിനെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് 5G ഫോണാണെന്നുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ 5G ഫോൺ എത്ര തിരക്കിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് 4G ഫോൺ തന്നെയാണ് നല്ലത്. കാരണം 4G ഫോണും 5G ഫോണും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസിൽ അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 ഫോണും A32 ആണ്. അപ്പോൾ 4G ഫോൺ തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5G എന്നുള്ള ഒരു കാരണം കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിലയിലും വ്യത്യാസമല്ല, വില കുറച്ച് കൂടുതലുമാണ് 4Gനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. 5G ഇപ്പോഴും മിക്ക സിറ്റികളിലും അവൈലബിൾ അല്ല. 5G ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള തന്നെ സംശയമാണ്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ 5G ഒരു സൈഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ, എല്ലാ സ്ഥലത്തൊന്നും 5G എത്തിയിട്ടില്ല.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ 5G എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5G ഫോൺ എടുക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം 4G ഫോൺ നിലവിലിപ്പോൾ 4G ഫോണുകൾ ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും 4G ഇല്ലാത്ത സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം 5G ആണോ 4G ആണോ നല്ലത്. ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.